നമസ്കാരം, ഞാൻ സിജു രാജൻ. പല ബിസിനസ്സുകൾക്കും പറ്റുന്നൊരു പ്രശ്നമാണ് മാർക്കറ്റിംഗ് എത്രത്തോളം ചെയ്തിട്ടും ഒരു പ്രോപ്പർ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് കഴിയുന്നില്ല. ഉദ്ദേശിച്ച രീതിയിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി ധാരാളം പണം ചിലവാക്കുന്നുണ്ട്, പക്ഷേ ഉദ്ദേശിച്ച രീതിയിലേക്ക് അത് എത്തുന്നില്ല. സോ ജനറലി ഇത്തരത്തിലുള്ള കമ്പനീസ് മാർക്കറ്റിംഗ് ഏജൻസീസിനെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനങ്ങളെ മീറ്റ് ചെയ്യും. സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ ധാരാളം പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ വിചാരിച്ച ഒരു ഉയരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. ആൾക്കാരുടെ മനസ്സിൽ ആ ഒരു ബ്രാൻഡ് വിചാരിച്ച ലെവലിലേക്ക് പൊസിഷൻ ചെയ്യാൻ കഴിയുന്നില്ല. ഇതിനുള്ള കാരണം എന്തായിരിക്കും? ഇതിനെങ്ങനെ നമുക്കൊരു പരിഹാരം കണ്ടെത്താം? ഈ ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു പുതിയൊരു കോൺസെപ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. പുതിയ കോൺസെപ്റ്റ് അല്ല, കുറേ കാലങ്ങളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയൊരു കോൺസെപ്റ്റ് ആയിരിക്കും, ഓൺട്രപ്രണർഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു മെത്തേഡിൻ്റെ പേരാണ് ലാഡറിങ്. അതായത് കസ്റ്റമറിന് മുമ്പിൽ എന്താണ് നമ്മൾ അവതരിപ്പിക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ലാഡറിങ്ങിലൂടെയാണ്. ഈ ഒരു ലാഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ്. എങ്ങനെയാണ് ഈ ലാഡറിങ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സോ പൊതുവെ ലാഡറിങ്ങിൻ്റെ ആ ഒരു പിക്ചർ വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടത് ഈ ലെവലിലാണ്. 4 കാര്യങ്ങളായിരിക്കും അതിനകത്ത് വരുന്നത്. ഒന്ന്, പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട്. 2, പ്രോഡക്റ്റ് ബെനിഫിറ്റ്. 3, കൺസ്യൂമർ ബെനിഫിറ്റ്. 4, ഇമോഷണൽ ബെനിഫിറ്റ്. റൈറ്റ്? സോ പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട് തുടങ്ങുന്നു. എന്താണ് ഈ പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോഡക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. മെയിൻ ഫീച്ചർ, ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഫീച്ചർ, 2 or 3 ഫീച്ചേഴ്സ്, അതായത് കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്ന മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഞാൻ എക്സാമ്പിൾ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു തിയററ്റിക്കൽ പാർട്ട് കവർ ചെയ്യാം. 2, ഈ പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു, ഫീച്ചേഴ്സ് ക്യാൻ ബി ക്വാണ്ടിഫയബിൾ, റൈറ്റ്? ക്വാണ്ടിഫൈ ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലും ക്വാളിറ്റീസ് ആയിരിക്കും അതിനകത്ത് കവർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഫങ്ഷണൽ ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് കൊണ്ട് നടക്കുന്നത്, ഫങ്ഷണൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. അതായത് നമ്മളിതിൻ്റെ ഫീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തു. ആ ഫീച്ചേഴ്സിൻ്റെ റിസൾട്ട് എന്താണ്, അതായത് ഫീച്ചേഴ്സ് എന്ത് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്, ദാറ്റ് ഈസ് ഫങ്ഷണൽ ബെനിഫിറ്റ് നമ്മൾ എഴുതി വയ്ക്കുന്നു. അതിനുശേഷം ഇത് കസ്റ്റമർ ഉപയോഗിക്കുന്നത് കൊണ്ട് കസ്റ്റമറിന് എന്തൊക്കെ ബെനിഫിറ്റാണ് കിട്ടുന്നത്, റൈറ്റ്? പ്രോഡക്റ്റിൻ്റെ ഫങ്ഷൻസും പ്രോഡക്റ്റിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ് നമ്മൾ എഴുതി വെച്ചു. ഇനി ഇത് കസ്റ്റമർ ഉപയോഗിക്കുന്ന സമയത്ത് ആസ് എ കസ്റ്റമറിന് എന്താണ് കിട്ടുന്നത്, എന്ത് ഫീലാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ കസ്റ്റമറിന് എന്ത് പ്രശ്നത്തിനുള്ള പരിഹാരമാണ് അത് കവർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് കസ്റ്റമർ ബെനിഫിറ്റ്. എന്ത് വാല്യൂ ആണ് കസ്റ്റമറിന് ലഭിക്കുന്നത്, കസ്റ്റമർ ബെനിഫിറ്റ് നമ്മൾ എഴുതി വയ്ക്കുന്നു. ആൻഡ് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നത് വഴി എന്ത് ഇമോഷണൽ ബെനിഫിറ്റാണ് കിട്ടുന്നത്, എന്ത് പേഴ്സണൽ വാല്യൂ ആണ് ഈ കസ്റ്റമർക്ക് കിട്ടുന്നത്. 4 സ്റ്റേജസ്. ഇനി ഇതൊരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാനായിട്ട് നോക്കാം, കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരു ലോഗോ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ഒരു വെബ്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ഒരു പാക്കേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ബ്രാൻഡ് എന്നാൽ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചോ സ്ഥാപനത്തെക്കുറിച്ചോ ഒരു വ്യക്തി കേൾക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള ഇമോഷനാണ്. ഈ ഇമോഷനെ ബേസ് ചെയ്തിട്ടാവണം ലോഗോവും വെബ്സൈറ്റും പാക്കേജ് ഡിസൈനും കോണ്ടന്റും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിർമ്മിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ലോങ് റണ്ണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്കും ഒരു ബ്രാൻഡ് നിർമ്മിക്കാം. ഇപ്പോൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത് ലാപ്ടോപ്പാണെന്ന് വിചാരിക്കുക. ഈ ലാപ്ടോപ്പിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണ്? ഈ ലാപ്ടോപ്പിനെ മറ്റുള്ള ലാപ്ടോപ്പിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്താണ്? പല കാര്യങ്ങളും ഉണ്ടാകും. ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ലാപ്ടോപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത്, മറ്റു ലാപ്ടോപ്പിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊസസ്സർ കപ്പാസിറ്റിയാണ്. മികച്ച പ്രൊസസ്സറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട്, മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് പ്രോസസ്സർ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സർ മികച്ചതാവുന്നത് കൊണ്ട് അവിടെ എന്ത് ഫങ്ഷണൽ ബെനിഫിറ്റാണ് ഉണ്ടാകുന്നത്, എന്ത് ഫങ്ഷനിലാണ് മാറ്റം വരുന്നത്? ദറ്റ് ഈസ് ഹയർ പെർഫോമൻസ്. നല്ല പ്രോസസ്സറാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടുത്തെ പെർഫോമൻസ് ഹയർ ആയിരിക്കും. സോ ഹയർ പെർഫോമൻസ് എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഫങ്ഷണൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഹയർ പെർഫോമൻസ്. ഇത്തരത്തിൽ ഹയർ പെർഫോമൻസ് കിട്ടുന്നത് വഴി ഈ കസ്റ്റമറിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ്? ഹയർ പെർഫോമൻസ് കിട്ടുന്നത് വഴി കസ്റ്റമർ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ്? കൂടുതൽ വർക്കുകൾ കുറഞ്ഞ സമയത്തിൽ ചെയ്യാനായിട്ട് കഴിയും. ദാറ്റ് ഈസ് ടൈം സേവിങ്.
ടൈം സേവിങ്. സോ കസ്റ്റമറിന് കിട്ടുന്നത് ടൈം സേവിങ് എന്ന് പറയുന്ന ബെനിഫിറ്റ് ആയിരിക്കും, ടൈം സേവിങ്. ഇത്തരത്തിൽ ടൈം സേവിങ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പേഴ്സണൽ വാല്യൂ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ഇമോഷണൽ ബെനിഫിറ്റ് ആയിരിക്കും കസ്റ്റമർ കിട്ടുന്നത്? ഇത്തരത്തിൽ കസ്റ്റമർക്ക് ടൈം സേവ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് എന്ത് ബെനിഫിറ്റ് ആയിരിക്കും കസ്റ്റമർക്ക് കിട്ടുന്നത്? അതായത് എന്ത് ഇമോഷണൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്ത് പേഴ്സണൽ വാല്യൂ ആയിരിക്കും കസ്റ്റമർക്ക് കിട്ടുന്നത്? കൂടുതൽ സമയം കിട്ടും. ആ സമയം ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയുമായിട്ടോ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയും. സോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയായിട്ടോ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയും. അതായത് ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പ് എന്ത് ഇമോഷണൽ ബെനിഫിറ്റാണ്, എന്ത് പേഴ്സണൽ വാല്യൂ ആണ് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സമയം ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നു. ഒരു ബന്ധവുമില്ല അല്ലേ? പക്ഷേ ഈ ഒരു സിനേറിയോ ആയിരിക്കണം നമ്മൾ മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കേണ്ടത്. അതായത് പ്രോസസ്സർ മികച്ച പ്രോസസ്സറാണ്, അതുവഴി ഹയർ പെർഫോമൻസ് കിട്ടുന്നു. ഇത്തരത്തിൽ ഹയർ പെർഫോമൻസ് കിട്ടുന്നത് വഴി ആൾക്കാർക്ക് കൂടുതൽ സമയം സേവ് ചെയ്യാനായിട്ട് കഴിയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നു. ഈ ഹയർ പെർഫോമൻസും ടൈം സേവിങ്ങും ഉണ്ടല്ലോ, ഹയർ പെർഫോമൻസ് ആൻഡ് ടൈം സേവിങ്, ഇതിന് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ കഴിയണം. ഇത്തരത്തിൽ ബ്രിഡ്ജ് ചെയ്യാൻ കഴിയുമ്പോഴാണ് അവിടെ മികച്ച ക്യാമ്പയിൻസ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. മികച്ച ക്യാമ്പയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച മാർക്കറ്റിംഗ്. അപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ പെർഫോമൻസ് ആൻഡ് ടൈം സേവിങ്. ഹയർ പെർഫോമൻസ് എങ്ങനെ ടൈം സേവിങ്ങിന് കാരണമാകുന്നു അതിനെ കണക്ട് ചെയ്യാൻ കഴിയണം. അവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു വിഷയം വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ക്യാമ്പയിൻ ചെയ്യേണ്ടത്, മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ചെയ്യേണ്ടത്. പലപ്പോഴും നെസ്കഫേ ആണെന്നുണ്ടെങ്കിലും മാഗി നൂഡിൽസ് ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ്, ഈവൻ ഹോർലിക്സ് ആണെന്നുണ്ടെങ്കിലും ബൂസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അവരുടെ എല്ലാ ക്യാമ്പയിൻസ് നിങ്ങൾ നോക്കിക്കോളൂ, അവരെല്ലാ മാർക്കറ്റിംഗ് നിങ്ങൾ നോക്കിക്കോളൂ. ഈ രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ബെനിഫിറ്റും കസ്റ്റമർ ബെനിഫിറ്റ്. പ്രോഡക്റ്റ് ബെനിഫിറ്റിൽ നിന്ന് അവർ നേരെ എൻ്റർ ചെയ്യുന്നത് കസ്റ്റമർ ബെനിഫിറ്റിലേക്കായിരിക്കും. ഇപ്പോൾ ഒരു ആഡ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. പ്രോഡക്റ്റ് ബെനിഫിറ്റ് കാണിക്കും, അതുവഴി കസ്റ്റമർക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നു അത് കാണിക്കും, അതിന് കസ്റ്റമർക്ക് എന്ത് ഇമോഷണൽ ബെനിഫിറ്റ് കിട്ടുന്നു അത് കസ്റ്റമർ ഫീൽ ചെയ്യും. സോ ദിസ് ഈസ് വാട്ട് വി കോൾഡ് ലാഡറിങ്. ഇത് ഡെഫിനറ്റ്ലി ഏതൊരു ബിസിനസ്സും ചെയ്തിരിക്കേണ്ട ഒന്നാണ്. നിങ്ങളൊരു കൺസ്യൂമർ ഗുഡാണ് ഇറക്കുന്നത് എങ്കിൽ ഡെഫിനറ്റ്ലി ഇത്തരത്തിലൊരു ലാഡറിങ് പ്രോസസ്സിലൂടെ കടന്നു പോകും. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു എന്ത് മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് ആ ഒരു ക്ലാരിറ്റി ലഭിക്കും. സോ എന്താണ് ലാഡറിങ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ. നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലുള്ള കമ്പനിയാണ് ഉചിതം? നിങ്ങൾ നിശ്ചയിച്ച പേരിന് ട്രേഡ് മാർക്ക് കിട്ടുമോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ തീർക്കുവാനും ഈ പറയുന്ന കമ്പനി രജിസ്ട്രേഷൻ, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള സേവനങ്ങൾക്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക 7012431293.